ഹായ് ഹലോ കൂട്ടുകാരെ, തുമ്പീസ് വ്ലോഗിലെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഒരു സ്പെഷ്യൽ അടിപൊളി സൂപ്പർ ഡിഷാണ് കേട്ടോ. കൊഞ്ച്, നമ്മുടെ കൊഞ്ചുണ്ടല്ലോ, കൊഞ്ച് കറി ഉണ്ടാക്കാൻ പോവുക. ഇന്ന് കൊഞ്ചിനെ വെച്ചൊരു പരീക്ഷണം നടത്താമെന്ന് വിചാരിച്ച്. രാവിലെ മീൻ കൊണ്ടുവന്നപ്പോഴേ കുറച്ച് കൊഞ്ചുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് കൊഞ്ചൂടെ മേടിച്ചിട്ട് അത് വെച്ചൊരു പരീക്ഷണം നടത്താമെന്ന് വിചാരിച്ച്. അപ്പോൾ എല്ലാവരും വായോ. അപ്പോൾ കൊഞ്ച് ക്ലീൻ ചെയ്യാൻ അറിയാൻ വയ്യാത്തവരാരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ വന്നോളൂ. ഈ കൊഞ്ച് ക്ലീൻ ചെയ്യുമ്പോഴേ അതിൻ്റെ നട്ടല് ഭാഗത്ത്, നടുവ് ഭാഗത്ത് ഒരു പച്ച വര പോലെ ഒരു സംഭവമുണ്ട്. അതിന് പറയുന്ന പേരൊന്നും എനിക്ക് അറിഞ്ഞൂടാ. അപ്പോൾ അതിൻ്റെ തലയും അതൊക്കെ പിച്ചി കളഞ്ഞിട്ട് ആ നട്ടല് ഭാഗത്ത്, നടുവ് ഭാഗത്തൊന്ന് പിച്ചാത്തി വെച്ചൊന്ന് പോന്തിയിട്ട് അത് പിച്ചി ഇങ്ങനെ നടക്കുക കേട്ടോ. ഇതാണ് സംഭവം. ഇത് ക്ലീൻ ചെയ്ത് കളയണം. അപ്പോൾ കൊഞ്ചിൻ്റെ മസ്റ്റായിട്ട് ഇത് എടുത്ത് കളഞ്ഞിരിക്കണം. അങ്ങനെ കൊഞ്ചെല്ലാം ക്ലീൻ ചെയ്തിട്ടുണ്ട്. അങ്ങനെ കൊഞ്ചിനെ നമ്മൾ സുന്ദരിയാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് പച്ചക്കറി കൂടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ച് വെജിറ്റബിൾസ് കൂടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. തക്കാളി, പച്ചമുളക്, ഉരുളക്കിഴങ്ങ്, സവാള, വഴുതനങ്ങ, വെണ്ടയ്ക്ക, കുറച്ച് കറിവേപ്പില, പച്ചമുളക്, ഇത്രയും വെജിറ്റബിൾ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു കുക്കർ അടുപ്പത്തോട്ട് വെച്ച് കുറച്ച് എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിക്കണം. കടുക് ഇടുമ്പോൾ മാറി നിന്നോണം, ചടപട പൊട്ടും, ദേഹത്തൊക്കെ തെറിക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെ നമ്മൾ കടുകിട്ട്, അപ്പോൾ കടുക് എണ്ണയിൽ കിടന്ന് നല്ലതുപോലെ അങ്ങ് ചൂടായിട്ടൊന്ന് പൊട്ടി വരുമ്പം ഒരു 3-4 വറ്റൽമുളക് ഇട്ട് കൊടുക്കുക. 3-4 വറ്റൽമുളക് ഇട്ട് അതും കൂടെ ഇട്ട് നല്ലതുപോലെ അങ്ങോട്ട് വഴറ്റി അങ്ങോട്ട് കൊടുക്കുക. പിന്നീട് അതിന് ശേഷം നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന വെജിറ്റബിൾസ് ഉണ്ടല്ലോ, ആ വെജിറ്റബിൾസ് എല്ലാം കൂടി ഇതിനകത്തോട്ട് അങ്ങ് തട്ടിയിട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ വെജിറ്റബിൾസ് എല്ലാം കൂടെ അങ്ങോട്ട് തട്ടിയിട്ട് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ അങ്ങോട്ട് ഇളക്കണം. അതിൻ്റെ ഒരു പച്ചമണം അങ്ങോട്ട് മാറട്ടെ. എന്നിട്ട് നമുക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കണം കേട്ടോ. കറിവേപ്പില ഇല്ലാത്ത കറിയില്ല. അപ്പോൾ കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്തിട്ട് നമ്മുടെ സ്പെഷ്യൽ മെയിൻ ഐറ്റവും കൂടെ അങ്ങോട്ട് തട്ടിയിട്ട് കൊടുക്കുക. അപ്പോൾ അതും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലപോലെ അങ്ങോട്ട് ഇളക്കിയതിന് ശേഷം നമുക്ക് മസാലകൾ അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. 1/2 സ്പൂൺ മുളക് പൊടി, ഒരു 1/2 സ്പൂണോളം മല്ലിപ്പൊടി, ഒരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെന്താണ് മെയിൻ സാധനം വന്നിട്ടില്ല, ഉപ്പ്. എന്നിട്ട് നമ്മുടെ ഉപ്പൂടെ അങ്ങോട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഇളക്കുക. നല്ലതുപോലെ അങ്ങോട്ട് ഇളക്കിയതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിക്കണം. കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് മറന്നു മസാലപ്പൊടി ഇടാനുണ്ടായിരുന്നു. കുറച്ച് മസാലപ്പൊടിയും കൂടി ഇടണേ, ഗരം മസാല. പിന്നെ അതിന് ശേഷം കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇട്ടതിന് നല്ലതുപോലെ ഇളക്കിയതിന് ശേഷം കുറച്ച് വെള്ളം അങ്ങോട്ട് ഒഴിച്ച് കുക്കർ അടച്ചു വെക്കുക. അപ്പോൾ സെറ്റ്. വെറും സിമ്പിൾ. ഒരു 10 മിനിറ്റ് പോലും വേണ്ട. നമുക്ക് ചോറിനായാലും ബ്രേക്ക്ഫാസ്റ്റിനായാലും പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. 1 2 3 4 4 ഫിസിൽ മതി. 4 ഫിസിലിനുള്ളിൽ നമ്മുടെ കറി ഇവിടെ റെഡിയായി കഴിഞ്ഞിരിക്കും. ഉറപ്പാണ്. 4 ഫിസിൽ മതി കേട്ടോ. അപ്പോൾ 4 ഫിസിലൊക്കെ കഴിഞ്ഞ് ഞാൻ ഇവിടെ കുക്കർ തുറക്കുവാണ്. അതുകൊണ്ട് കറി ഇവിടെ സെറ്റായി കഴിഞ്ഞു. സൂപ്പർ, നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ കൊഞ്ച് കറി ഇവിടെ റെഡിയായി കഴിഞ്ഞു. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? ഇതിന് മുന്നേ ഒരിക്കൽ ഞാനിത് ട്രൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ കൊഞ്ച് കിട്ടിയപ്പോൾ നിങ്ങളെ കൂടി ഒന്ന് കാണിക്കാമെന്ന് വെച്ച് ഞാൻ വീഡിയോ എടുത്തത്. അപ്പോൾ ഞാനിവിടെ ദോശയുടെ കൂടാണ് കേട്ടോ കഴിക്കാൻ പോകുന്നത്. അപ്പം ഞാൻ 2 ദോശയൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെ നമ്മുടെ ഈ സ്പെഷ്യൽ ഡിഷും കൂടെ അങ്ങോട്ട് ഒഴിക്കുകയാണ്. സൂപ്പർ ടേസ്റ്റിയാണ്. നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള കറി ഇവിടെ റെഡിയായി കഴിഞ്ഞു. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരാം. ടാറ്റാ.